വീണ്ടും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ റിലേറ്റഡ് ടു ഡയപ്പറാണ്. ഏത് ഡയപ്പർ യൂസ് ചെയ്യണം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡയപ്പർ ഉപയോഗിച്ചാൽ നല്ലതാണോ? ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഡയപ്പർ വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇങ്ങനെ ഒരു 4-5 കാര്യങ്ങളാണ്, ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, നമ്മൾ ഡയപ്പർ വാങ്ങുക. അപ്പോൾ ഞാൻ എൻ്റെ ന്യൂ ബോൺ ബേബിക്ക് ഒരു ഡയപ്പർ വാങ്ങുകയാണ്. എങ്ങനെ വാങ്ങണം? ഒരിക്കലും ഒരു ബൾക്കി ആയിട്ട് നിങ്ങൾ ഓഫർ നോക്കിയിട്ട്, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പാമ്പേഴ്സിന് ഓഫർ ഉണ്ട്, 999 ആണ്, 2000 രൂപേൻ്റെ സംഭവം 999, 999 രൂപയ്ക്ക് കൊടുക്കുന്നത്, ഓടിപ്പോയി വാങ്ങാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ വാങ്ങുമ്പോൾ നമുക്കറിയില്ല കുഞ്ഞുങ്ങൾക്ക് ഏതാണ് സ്യൂട്ടാവുക എന്നുള്ളത്. ഓരോ കുഞ്ഞും വ്യത്യസ്തനാണ്, സ്വഭാവത്തിലും അവരുടെ സ്കിന്നിലും എല്ലാ തരത്തിലും വ്യത്യസ്തനാണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ പാക്കറ്റ് വാങ്ങി യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഷാമ്പൂ ഇല്ലേ, സാഷേസ് ആയിട്ടുള്ള ചെറിയ ചെറിയ പാക്കറ്റിൽ, അതുപോലെ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ 2 എണ്ണം വെച്ച് അല്ലെങ്കിൽ 1 എണ്ണം വെച്ച് ചെറിയ ചെറിയ പാക്കറ്റ് കിട്ടും. അങ്ങനത്തെ പാക്കറ്റ് വാങ്ങി നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്കിന്നിൻ്റെ മാത്രമല്ല സൈസും. അത് നിങ്ങളിപ്പോൾ പാമ്പേഴ്സിൽ സ്മോൾ സൈസ് വാങ്ങുന്നു, ഹഗ്ഗീസിൽ സ്മോൾ സൈസ് വാങ്ങുന്നു, ലിറ്റിൽ സ്മോൾ സൈസ് വാങ്ങുന്നു. ചിലപ്പോൾ ഹഗ്ഗീസും പാമ്പേഴ്സും സ്മോൾ സൈസ്, അവരിൽ സ്മോൾ സൈസ് ആണെങ്കിൽ നമ്മുടെ വാവയ്ക്ക് പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ സ്യൂട്ടാവുന്ന ലിറ്റിലെ സ്മോൾ സൈസ് ആയിരിക്കും. അത് നമ്മൾ കടയിൽ പോയിട്ട് എക്സലിൽ ഒരേപോലുള്ള പല ബ്രാൻഡിൻ്റെ ഷർട്ട് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ചുരിദാറും വാങ്ങുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതേ വ്യത്യാസങ്ങൾ നമ്മുടെ ഡയപ്പേഴ്സിലും ഉണ്ട്. അപ്പോൾ ഒന്ന് സ്കിൻ മാത്രമല്ല, കുട്ടിയുടെ സൈസും കൂടെ സ്യൂട്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പാക്കറ്റ് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് യൂസ് ചെയ്യുമ്പോൾ വാവയുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വാവയ്ക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. പിന്നെ മറ്റൊന്ന്, ഇത് എത്ര സമയം വാട്ടർ കണ്ടന്റ് നിൽക്കുന്നുണ്ട്, തൂങ്ങുന്നുണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുഞ്ഞു പാക്കറ്റ് വാങ്ങുമ്പോൾ അറിയാൻ പറ്റും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ ഏതൊക്കെ ഡയപ്പർ വാങ്ങി എന്നുള്ളത്, ഞാൻ ഒരു 4-5 ഡയപ്പർ ട്രൈ ചെയ്തിട്ടുണ്ട്. 4 ഡയപ്പർ, ലവ്ലാപ്പിൻ്റെ, ലിറ്റിലിൻ്റെ, ടെഡീൻ്റെ, പാമ്പേഴ്സിൻ്റെ, ഈ 4ഉം വാങ്ങിയിട്ട് അതിൽ നിന്നാണ് ഞാൻ വാവയ്ക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ന്യൂ ബോൺ ആയിരിക്കുന്ന സമയത്ത് ഓൺലൈനിൽ ഒരു 21 പാക്കറ്റിൻ്റെ ഒരു ടെഡീൻ്റെ വാങ്ങിയിരുന്നത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അത് തീർന്നിട്ട്, സർജറി ആയിരുന്നു, ICUലായിരുന്നു, തീർന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് പുറത്തുനിന്ന് ഏതൊരു ബ്രാൻഡ് വാങ്ങി, ആ ബ്രാൻഡ് എനിക്കറിയില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ ടെഡീൻ്റെ 2 എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സുപ്രീം നിന്നും ഈസി, ടെഡിക്ക് തന്നെ 4 വേരിയൻ്റ് ഉണ്ട്, 3 വേരിയൻ്റ് ഉണ്ട്. അല്ല, ഞാൻ ഈസി യൂസ് ചെയ്തിട്ടുണ്ട്, സുപ്രീം യൂസ് ചെയ്തിട്ടുണ്ട്, രണ്ടും കുഴപ്പമില്ല. പക്ഷെ സുപ്രീം എന്താണെന്ന് വെച്ചാൽ ഈസിൻ്റെ സ്മോൾ സൈസിനേക്കാൾ കുറച്ചുകൂടെ സൈസ് കൂടുതൽ വരുന്നുണ്ട് അതിന്. അത് ഞാൻ പറയല്ലേ, ബ്രാൻഡിൽ തന്നെ ഒരു വ്യത്യാസം, അതിൽ കുറച്ച് സൈസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്ത് ലിറ്റിൽ, ലവ്ലാപ്പ്. ഇതിൽ ലിറ്റിൽ ഉപയോഗിച്ചപ്പോൾ വാവയ്ക്ക് ഡയപ്പർ റാഷ് വന്നു. എന്താണെന്നറിയില്ല, കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡയപ്പർ റാഷ് വന്നു. ഡയപ്പർ റാഷ് വന്നപ്പോൾ എന്താ പറയുക, ഇങ്ങനെ അവിടെ ഇങ്ങനെ ചുവന്ന കളറിൽ വന്നു. ഞാനാകെ ടെൻഷനായിട്ട് എന്താ ചെയ്യാന്ന്. ഇത് വേഗം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ശരിക്കും കൺസൾട്ട് ചെയ്യണമെന്നാണ്. ഞാൻ എന്താ വെച്ചാൽ ഹിമാലയൻ്റെ ഡയപ്പർ റാഷ് ക്രീം വാങ്ങിയിട്ട് അതവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് വളരെ ലൈറ്റ് ചൂട്, കുട്ടിക്ക് ഒരുപാട് ചൂടുള്ള വെള്ളവും ഒരുപാട് തണുത്ത വെള്ളവും പറ്റില്ല. ലൂക്ക് വാം വാട്ടർ, അതായത് അവരുടെ സ്കിന്നിന് അത്ര സോഫ്റ്റ് ആണല്ലോ, ആ വെള്ളം വെച്ച് ഇടയ്ക്കിടയ്ക്ക് കഴുകിയിട്ട് അവിടെ ഇങ്ങനെ ഒപ്പി വെള്ളം പറ്റ ഡ്രൈ ആയി കൊടുത്തിട്ട് ഇതൊരു 3 ദിവസം ഇട്ടപ്പോഴേക്കും കുറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തു. പിന്നെ അതിനുശേഷം അവർക്ക് ലവ്ലാപ്പ് വാങ്ങി. ലവ്ലാപ്പ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ലവ്ലാപ്പ് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം വെച്ചാൽ ലവ്ലാപ്പ് ഡിസ്പോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ലവ്ലാപ്പ് നല്ല കംഫർട്ടാണ് കേട്ടോ, കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്, നല്ല കംഫർട്ടാണ്, നല്ല ബ്രാൻഡാണ്. ആ ബ്രാൻഡിനെ പറ്റി എനിക്ക് തെറ്റു പറയാനുള്ള. ലിറ്റിൽ വാവയ്ക്ക് പറ്റിയില്ല, പക്ഷെ ലിറ്റിൽ വേറെ കുട്ടികൾക്ക് പറ്റും. പാമ്പേഴ്സ് യൂസ് ചെയ്തപ്പോഴും വാവയ്ക്ക് പറ്റിയില്ല, ഒരു നനവോ എന്തൊക്കെയോ ഒരു മാതിരിയായിരുന്നു. ഞാൻ ചെറിയൊരു 2 എണ്ണം ഒരു പാക്കറ്റാണ് വാങ്ങിയത്. അതെന്നെ ഇങ്ങനെ അത് 2 ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ നേരെ ടെഡിയിലേക്ക് വന്നു. ടെഡീൻ്റെ ഒട്ടിക്കുന്ന ടൈപ്പും ഉണ്ട്, പാൻസും ഉണ്ട്. ഞാൻ 2ഉം വാങ്ങാറുണ്ട്. ഒട്ടിക്കുന്ന ടൈപ്പ് പകൽ യൂസ് ചെയ്യും, പാൻസ് നൈറ്റ് യൂസ് ചെയ്യും, പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യും. അതെന്ന് വെച്ചാൽ ഒട്ടിക്കുന്ന ടൈപ്പ് ആകുമ്പോൾ കുറച്ച് അങ്ങനെ ടൈറ്റ് ഫിറ്റായിട്ട് നിൽക്കില്ല, വാവയ്ക്ക് കുറച്ച് സൗകര്യമായിരിക്കും. അതുകൊണ്ട് പാൻ്റ് ആകുമ്പോൾ ഭയങ്കര, ഏത് പാൻ്റായാലും ഏത് സൈസ് പാൻറ്റായാലും ടൈറ്റ് ഫിറ്റായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ വാവയ്ക്ക് അതൊരു എന്താ പറയുക, ഇടങ്ങാറാവണ്ട വിചാരിച്ചിട്ട് പുറത്ത് പോകുമ്പോൾ ഉടുപ്പിൻ്റെ അടിയിലിടാനും നൈറ്റും
പാൻസാണ് യൂസ് ചെയ്യുക. അപ്പം ഞാൻ 4 യൂസ് ചെയ്തു. ടെഡി, ലവ് ലാപ്പ്, ലിറ്റില്, പാമ്പേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ നോ പറയാം. ലിറ്റില് നല്ലതായിരുന്നു, പക്ഷെ വാവയ്ക്ക് ഡയപ്പർ റാഷ് വന്നു. എന്താണെന്നല്ല, അവളുടെ സ്കിന്നിന് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അതും ഒഴിവാക്കി. ലവ് ലാപ്പ് ഒരു ബൾക്കായിട്ടുള്ള ഞാൻ യൂസ് ചെയ്തു, കുഴപ്പമില്ല. ബട്ട് ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള, കാരണം നമ്മളിത് വാങ്ങുമ്പോൾ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു വഴിയും കൂടെ നമ്മൾ നോക്കണമല്ലോ. നമുക്കിങ്ങനെ എടുത്തു വെക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇങ്ങനെ കീറിക്കഴിഞ്ഞാൽ ഇന്നിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ക്ലോത്ത് വേറെ പഞ്ഞി വേറെ ആക്കാൻ പറ്റും. അങ്ങനെ ആക്കാൻ എളുപ്പത്തിന് നമ്മൾ ടെഡീൻ്റെ ക്ലോത്ത് ഇങ്ങനെ ഒട്ടിക്കുന്ന ഡയപ്പറില്ലേ, അത് കുറച്ചുകൂടെ എളുപ്പം. അതിൻ്റെ പുറകെ ജസ്റ്റ് ഒരു പഞ്ഞിയുണ്ട്, അതിങ്ങനെ വലിച്ചാൽ സുഖമായിട്ട് എന്താക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഉപയോഗിക്കുന്ന കറൻറ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന 2 ഡയപ്പർ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് മാറ്റുമോയെന്ന് എനിക്കറിയില്ല. ടെഡീൻ്റെ നേരത്തെ ഒരു പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, സുപ്രീം അല്ല കേട്ടോ, പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു ടെഡീൻ്റെ. ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടെഡീൻ്റെ പാൻസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ടെഡീൻ്റെ പാൻസ്. പിന്നെ ഇത് ഒട്ടിക്കുന്ന ടൈപ്പ്. ഈ ഒട്ടിക്കുന്ന ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് ഇട്ടൊരു കുറച്ചുകൂടെ സുഖമാണ്. പിന്നെ ഭയങ്കര ടൈറ്റ് ഫിറ്റായിട്ട് നിൽക്കില്ല, അതിങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ സാധാ ഇതിങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് 2 സൈഡിലും ഇങ്ങനെ ഒരു ഇതുണ്ടാവും, ഇത് വെച്ച് ഒട്ടിക്കുക. ന്യൂ ബോണിൻ്റെ ടൈപ്പ്. ഇത് ന്യൂ ബോണിൻ്റെ അല്ല, ന്യൂ ബോണിൻ്റെ സൈസ് കൂടിയതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇതാണ് പകൽ ടൈമിലും അധിക സമയം യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ എന്താ അറിയോ, കുട്ടിക്ക് വലിയ പ്രശ്നമല്ല കേട്ടോ, ഫുൾ ഒരു പഞ്ഞിയാണ്. പിന്നെ നല്ലൊരു സുഖമുണ്ട് അവൾക്ക് ഇതിടുമ്പോൾ, ഒരു കാറ്റോട്ടൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ പക്ക പാൻ്റ് അല്ലേ, ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള. ഈ പാൻ്റ് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുമല്ലോ, വേറെ എയർ ഒന്നും കയറാതെ ആകുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ. പക്ഷെ പുറത്ത് പോകുമ്പോഴേക്കും നമുക്ക് പാൻസ് ആട്ടോ നല്ലത്, കാരണം ഉടുപ്പൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ നല്ല വൃത്തി വേണ്ടേ. ആ ഉടുപ്പിടുമ്പോഴും എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും വൃത്തിയിൽ നിൽക്കുക ഇതാണ് നല്ലത്. പിന്നെ പറഞ്ഞൊന്നും പോരില്ല, ഫിറ്റായിട്ട് നിൽക്കും ഇത്. പക്ഷെ പറഞ്ഞൊക്കെ പോരും. പകരം നമുക്ക് എപ്പോഴും സുഖം ഇതാണ്. പിന്നെ പാൻസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റുള്ളതായിരിക്കും എപ്പോഴും. ഇപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ 4 ടൈപ്പ് ഡയപ്പറാണ് യൂസ് ചെയ്തത്. ടെഡി, ലിറ്റില്, പാമ്പേഴ്സ്, ലവ് ലാപ്പ്. ഇതിൽ മോശം ബ്രാൻഡൊന്നുമില്ല, കാരണം എന്താ വെച്ചാൽ ലിറ്റിൽ വാവയ്ക്ക് റാഷ് വന്നു. പക്ഷേ ഞാൻ സഹ്യയിൽ നിന്നപ്പോൾ വേറൊരു കുട്ടിക്ക് ഞാൻ ഇത് ഉപയോഗിക്കാൻ കൊടുത്തിരുന്നു, പക്ഷെ അവർക്ക് റാഷൊന്നും വന്നില്ല. അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു, ഇത് ഡിപ്പെൻഡ് സ്കിന്നാണ്, ഓരോ കുട്ടികളുടെ സ്കിന്നും അവരുടെ സൈസിനനുസരിച്ചുള്ള ഡയപ്പറാണ് നമ്മൾ എപ്പോഴും വാങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡയപ്പർ ബൾക്കായിട്ട് വാങ്ങാതെ ആദ്യം സ്മോൾ പാക്കറ്റ്സ് വാങ്ങിയിട്ട് അത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാവയ്ക്ക് കുഞ്ഞിനത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഡയപ്പർ ഫിക്സ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡയപ്പർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഡയപ്പർ നല്ലതാണോ? നല്ലതാണോ എന്ന് വെച്ചാൽ എന്താ ഇപ്പം നല്ലതെന്ന് എടുത്തു പറയാം. പഞ്ചസാര നല്ലതാണോ? അല്ല. ശർക്കര നല്ലതാണോ? അല്ല. എന്തധികം കഴിച്ചാലും എന്താ പറയുക, അധികമായാൽ അമൃതും വിഷമാണ്. അപ്പോൾ എന്തായാലും എല്ലാത്തിനും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറയും, നീ അധികം ഡയപ്പർ ഇട്ട് കൊടുക്കുക. അമ്മ അനിയത്തൊക്കെ പറയും, നീ അധികം ഡയപ്പർ ഇട്ട് കൊടുക്കരുത്, കുട്ടിക്ക് നല്ലതല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കഴുകാനുള്ള മടിയും കൊണ്ടാണ് ഡയപ്പർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേറൊന്നുണ്ട്, ഇവൾ ഉറങ്ങണമെങ്കിൽ ഡയപ്പർ വേണം. കാരണം വെച്ചാൽ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വെച്ച തുണി നനയുമല്ലോ. വെച്ച തുണി നനയുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് എണീക്കും. അപ്പോൾ അവളുടെ ഉറക്കം എന്തായി, മുറിഞ്ഞു പോയി. അപ്പോൾ പിന്നെ അവൾക്ക് ഒരു അസ്വസ്ഥത കാണിക്കും. നല്ല സുഖമായിട്ട് അവൾ ഉറങ്ങണമെങ്കിൽ അവൾക്ക് ഡയപ്പർ വേണം. എന്നാൽ പിന്നെ അതിൽ നനവ് അതിൻ്റെ മുകളിലേക്ക് അബ്സോർബ് ചെയ്ത് അതിൽ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഡയപ്പറിലേക്ക് സ്റ്റിക്കാവാൻ കാരണം. പക്ഷേ ഫുൾ ടൈം ഡയപ്പറൊന്നും അല്ല, ഞാൻ തുണിയും യൂസ് ചെയ്യാറുണ്ട്. ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഫുൾ ടൈം ഡയപ്പർ ഇടാറില്ല. ഇപ്പോൾ ഡയപ്പർ ഇട്ട് കിടത്തിക്കഴിഞ്ഞാൽ അടുത്ത ഡയപ്പർ മാറ്റും. അത് 3 hours കൂടുതൽ ഞാൻ ഒരു ഡയപ്പർ ഇട്ട് കൊടുക്കില്ല. അത് ഞാൻ കറക്റ്റ് എന്താ പറയുക ടൈം നോക്കിയിട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ 12 o'clock ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത 3 മണിക്കൂർ കഴിഞ്ഞ് ഞാനത് മാറ്റിയിരിക്കും. അതിപ്പോൾ അവൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ അപ്പിട്ടോ ഒന്നും ഞാൻ നോക്കാറില്ല. 3 hours കഴിയുമ്പോൾ ഞാനത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ടൈം ഞാൻ ഫ്രീ ആക്കി വിടാൻ ശ്രമിക്കും. അതായത് ഡ്രൈ ഷീറ്റ് വിരിച്ചിട്ട് അവളെ കുറച്ച് സമയം കിടത്തും. ഒരു 5-10 മിനിറ്റ് ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കും ഓരോ ഡയപ്പറിൻ്റെ ഗ്യാപ്പിൽ. അടുത്ത ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് വാവയുടെ മേലെ എണ്ണ തേക്കില്ലേ. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ എന്തായാലും കുറേ സമയം ഉണ്ടാവും. കുളിപ്പിക്കാൻ ആദ്യം നമ്മൾ എണ്ണ തേച്ചിടുന്നു, പിന്നെ കുളിപ്പിക്കാനുള്ള ബാത്ത് ടബ് റെഡിയാക്കണം, വെള്ളം, അതൊക്കെ ഒരുപാട് സമയം വരുമല്ലോ.
ഇത്രയും സമയം അവൾക്ക് ഡയപ്പർ ഫ്രീ ടൈമാണ്, ഏകദേശം ഒരു 1 hour. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എണ്ണ തേപ്പിക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ നല്ലോണം എണ്ണ തേച്ച് കൊടുക്കും. നമ്മൾ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ ആ എണ്ണ നല്ലോണം ആ ഭാഗങ്ങളിൽ തേച്ചും കൊടുക്കും. അപ്പോൾ ഏകദേശം ഒരു 1 hour ആ ഡയപ്പർ ഇല്ലാതെ ഞാൻ അവളെ കിടത്തും. ഈ എണ്ണ തേച്ച് കിടക്കുമ്പോൾ ആദ്യം ഒരു വലിയ ഷീറ്റ് വിരിക്കും, അതിൻ്റെ പുറത്ത് കൂടെ ഡ്രൈ ഷീറ്റും കൂടെ വിരിച്ചു കൊടുക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് എണ്ണ തേക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചേക്കണത് രണ്ടും. അപ്പോൾ ഇത് തേക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിലൊക്കെ നല്ലോണം എണ്ണ അങ്ങ് അബ്സോർബ് ആവും. ഇപ്പോൾ നമ്മൾ ഡയപ്പർ റാഷ് ക്രീമൊന്നും ഇടുകയൊന്നും വേണ്ട, ആ ഭാഗങ്ങളിലേക്കൊക്കെ നല്ലോണം എണ്ണ തേച്ച് കൊടുക്കും കുളിപ്പിക്കുമ്പോൾ. പക്ഷെ നല്ല ആ ഭാഗം സോപ്പിട്ടൊക്കെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ആകുമ്പോഴും എന്താ ഗുണമെന്ന് വെച്ചാൽ കുട്ടിക്ക് ഡയപ്പർ ഫ്രീ ടൈമും കിട്ടും, ഒരു എന്താ പറയുക ഡയപ്പർ റാഷ് വരാതിരിക്കാൻ ഒരു പ്രിവെൻഷൻ മെത്തേഡും കൂടിയാണ് ഞാനൊന്ന് നോക്കുന്നത്. അപ്പോൾ 3 hours ഗ്യാപ്പ്, അതിനുശേഷം നമ്മൾ 3 hours ഗ്യാപ്പ് എടുത്തിട്ടതിന് ശേഷം പിന്നെ എണ്ണ തേച്ച് കൊടുക്കും, എണ്ണ തേച്ച് കിടത്തും. ഇങ്ങനെയാകുമ്പോൾ എന്താണെന്നറിയോ, വാവയ്ക്ക് വലിയ ഡയപ്പറിൻ്റെ റാഷിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള ഡയപ്പർ യൂസ് ചെയ്യുക, നല്ല ക്വാളിറ്റിയുള്ള ഡയപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ വാവയുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നോ നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡയപ്പർ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം വെച്ചാൽ പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴും പറയും ഡയപ്പർ യൂസ് ചെയ്യണ്ട. ഞാൻ വാവേനെയും കൊണ്ട് കഴിഞ്ഞ 28 ഒരു നൂലുകെട്ടിൻ്റെ വീഡിയോ ചെയ്തില്ലേ, ആ വീട്ടിൽ അതിന് മുൻപ് ഒരു ദിവസം പോയിരുന്നു. അപ്പോഴും അവർ പറഞ്ഞു വാവയ്ക്ക് ഇങ്ങനെ അധിക സമയം ഡയപ്പർ ഇട്ട് കൊടുക്കരുത് കേട്ടോ, നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, ഡയപ്പർ ഇട്ട് കൊടുക്കണ്ടേ. ഞാൻ അവരോട് നമ്മൾ എന്ത് മറുപടിയാണ് പറയുക, പുറത്ത് പോകുമ്പോൾ ഡയപ്പർ ഇട്ട് കൊടുക്കണം. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞ 3 hours മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കോട്ടൺ തുണിയും ഡയപ്പറുകളും ഒക്കെ എന്താക്കും, വൈപ്സ്, അതായത് വാട്ടർ വൈപ്സും ഒക്കെ എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. കാരണം വെച്ചാൽ അവർക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അവരോടൊന്നും പറയാനില്ല, അത് അവരുടെ കോൺസെപ്റ്റ്, നമ്മളെ കോൺസെപ്റ്റ് വേണം. നമ്മളെന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് പോകാൻ. അത് ഞാൻ ചില സമയത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കും, വെള്ളത്തുണി ഇങ്ങനെ ജസ്റ്റ് വിരിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് നല്ല കാറ്റിട്ട് സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയപ്പർ മോശമൊന്നുമല്ല, നമ്മൾ എന്തും യൂസ് ചെയ്യേണ്ട വിധത്തിൽ യൂസ് ചെയ്യാം. അപ്പം നമുക്കത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം തുണി ഉണക്കി അലക്കി ഉണക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേ വഴിയുള്ളൂ. അപ്പോൾ ഡയപ്പർ ഒരു മോശമായ സംഭവമായിട്ട് എൻ്റെ ഇതിൽ ഇതുവരെ വന്നിട്ടില്ല. ഡിസ്പോസിബിൾ ഡയപ്പർ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നോക്കി വാങ്ങുക. പിന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഡയപ്പർ ഫ്രീ ടൈം കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ബ്രാൻഡ് ഡയപ്പർ യൂസ് ചെയ്യുക. പിന്നെ ബ്രാൻഡിനെ പറ്റിയൊന്നും ഞാൻ അധികം മെൻഷൻ ചെയ്യുന്നില്ല. ബ്രാൻഡൊന്നും ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ലോക്കൽ ബ്രാൻഡ്സ് ഉണ്ട്, അല്ലാതെ ഉണ്ട്, ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. കാരണം ഞാൻ എൻ്റെ വാവയ്ക്ക് സ്യൂട്ടായത്, ഇപ്പോൾ കറൻലി സ്യൂട്ടായത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് ചിലപ്പോൾ അത് മാറ്റേണ്ടി വരും. അപ്പം ഞാൻ വീണ്ടും ഇതുപോലൊരു ടെസ്റ്റിംഗ് നടത്തും, ഏതാണ് വേണ്ടത് നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങുക. അതുകൊണ്ട് ഞാൻ വാങ്ങുന്ന ബ്രാൻഡ് നിങ്ങൾ വാങ്ങണം ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഒരു ബ്രാൻഡിനെ പറ്റി എനിക്ക് മോശമില്ല. യു ഷുഡ് സെലക്ട് ആസ് എന്താ പറയുക, നിങ്ങളുടെ ബേബീൻ്റെ സ്കിന്നിന് ചേരുന്ന വിധത്തിലുള്ള ഇറിറ്റേഷനൊന്നും വരാത്ത ഒരു ഡയപ്പർ ചൂസ് ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഡയപ്പർ മോശമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ താഴെ കമൻസിൽ വന്ന് പറയണം. അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിക്കാനുണ്ടെങ്കിൽ പറയണം. പിന്നെ എപ്പോഴും പോലെ പുതിയ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനാണ്. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് നല്ല ഉപകാരമുള്ള കുറച്ച് എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ട്. അതും മറ്റുള്ളവരത് കേട്ടിട്ടല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും പറഞ്ഞത് കേട്ട് ചാടിക്കറി ഞാൻ ഷെയർ ചെയ്യാൻ നിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ ബൈ.